ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഹോട്ടൽ എയർലൈൻ കാസിൽ. എൻ്റെ പേര് അനൂപ്. ഞാനിവിടെ സൂസ് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സലാഡാണ്. ഒരു ഫേമസ് ഫ്രഞ്ച് സലാഡാണ് നിക്സോയ് സലാഡ്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ബോയിൽഡ് എഗ്ഗ് ക്വാർട്ടറായിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഫ്രഞ്ച് ബീൻസ് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ക്യൂബ്സ് ബോയിൽ ചെയ്ത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ സാൾട്ട്, ക്രഷ് പെപ്പർ, ഐസ്ബർഗ് ലെറ്റ്യൂസ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഐസ്ബർഗ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒണിയൻ റിങ്സ്, മസ്റ്റാർഡ് പേസ്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, മസ്റ്റാർഡ് പേസ്റ്റ്. പിന്നെ ഒലിവ് ഓയിൽ, ഇതും മാർക്കറ്റിൽ വളരെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഐറ്റമാണ് ഒലിവ് ഓയിൽ. പിന്നെ വിനീഗർ, ഫിഷ്, ട്യൂണ ഫിഷ്. ഇത് നമ്മൾ ബോയിൽ ചെയ്ത് ട്യൂണ ഫിഷാണ് യൂസ് ചെയ്യുന്നത്. അത് ഒലിവ്സ്, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ഒലിവ്സ്, 2 ഒലിവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചോപ്പ് പാഴ്സ്ലി ഗാർണിഷിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ട്യൂണ ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് ഒരു 80-90 ഗ്രാമോളം വരും. പിന്നെ ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, ബീൻസ്, ടൊമാറ്റോ, പിന്നെ ഐസ്ബർഗ് ലെറ്റ്യൂസ്. ഇനി ഇതിൻ്റെ ഡ്രസ്സിങ്ങാണ് നമ്മൾ നോക്കുന്നത്. ഒരു മസ്റ്റാർഡ് വിനെഗർ ഡ്രസ്സിംഗ് ആണ്. അതിനുവേണ്ടി മസ്റ്റാർഡ് പേസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു, ഒരു 1 ടീസ്പൂൺ. പിന്നെ ഒലിവ് ഓയിൽ ഒരു 1.5 ടീസ്പൂൺ യൂസ് ചെയ്യാം. പിന്നെ വിനീഗർ കുറച്ച് യൂസ് ചെയ്യാം. സോ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 1 to 1.5 ടീസ്പൂൺ മതിയാവും. പിന്നെ ആവശ്യത്തിന് സോൾട്ട്, ക്രഷ് ചെയ്തിരിക്കുന്ന വൈറ്റ് പെപ്പർ, ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്തിരിക്കുന്നതാണ്, അത് ആവശ്യത്തിന് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഒണിയൻ റിങ്സ് എല്ലാം വളരെ ഫാൻസി ആയിട്ടുള്ള കട്ടിങ്ങാണ്. ക്യൂബ്സ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു കോണ്ടിനെൻ്റൽ ഫ്രഞ്ച് പ്രിപ്പറേഷനാണിത്. സലാഡ്സ് എല്ലാവർക്കും വളരെ അപ്പിറ്റേറ്റ് ചെയ്യുന്നൊരു സലാഡാണ്. ഇവിടെ റെഡി ആയിട്ടുണ്ട്, സലാഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ട്യൂണ ഫിഷിൻ്റെയും മസ്റ്റാർഡ് പേസ്റ്റിൻ്റെയും ഒലിവ് ഓയിലിൻ്റെയും വിനെഗറിൻ്റെയും ഒരു സോർ ടേസ്റ്റും നല്ലൊരു ടേസ്റ്റുമാണ് ഇതിന് കിട്ടുന്നത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഇതിന് നമ്മൾ ബോയിൽഡ് എഗ്ഗ് ഇതിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുന്നു. നിക്സോയ് സലാഡിൻ്റെ ഗാർണിഷായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പാഴ്സ്ലി നമ്മൾ ഗാർണിഷായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് ഗാർണിഷ് ചെയ്യുന്നതാണ്. നമ്മുടെ നിക്സോയ് സലാഡ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു ഡിഷാണ്. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഐസ്ബർഗ് ലെറ്റ്യൂസ് മാർക്കറ്റിൽ വളരെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ടൊമാറ്റോ ക്വാർട്ടറായിട്ട് കട്ട് ചെയ്തത്. പിന്നെ പൊട്ടറ്റോ ക്യൂബ്സ് ബോയിൽ ചെയ്ത ക്യൂബ്സ് കട്ട് ചെയ്തത്. ഒണിയൻ റിങ്സ്. ഇതിന് നമ്മൾ ഡ്രസ്സിങ് യൂസ് ചെയ്യുന്നത് മസ്റ്റാർഡ് പേസ്റ്റ്, ഒലിവ് ഓയിൽ, വിനെഗർ. പിന്നെ സീസൺ ചെയ്യാനായിട്ട് നമ്മൾ സാൾട്ട്, ക്രഷ് പെപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഡ്രസ്സിങ് മിക്സ് ചെയ്തിട്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഡിഷ് സലാഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിക്സോയ് സലാഡ്.